നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടത് ആ ചുവന്ന പോളോ കാറിൽ. അത് കാറ് ഒരു നടിയുടേതാണെന്നും പോലീസ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന നിർണായകമായ വിവരം കിട്ടുന്നുണ്ട്. പേഴ്സണൽ സ്റ്റാഫിൽ നിന്നാണ് പോലീസിന് ഈ നിർണായകമായ വിവരം ലഭിക്കുന്നത്. ഈ ചുവന്ന പോളോ കാർ ആരുടേത് എന്നുള്ളതാണ് ആ ചോദ്യം. രണ്ട് നായികമാരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമായും അന്വേഷണം നീങ്ങുന്നത്. പക്ഷേ ആ നായിക തൻവി റാം എന്നുള്ള നിർണായകമായ വിവരങ്ങൾ പോലീസ് സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തൻവിയുടെ പക്കലുള്ള റെഡ് പോളോ കാറിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു കളഞ്ഞത്, രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് നിർണായകമായിട്ടുള്ള വിവരം പോലീസ് സംഘത്തിന് ലഭിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ വീടുണ്ടായിരുന്നു. ആ വീട് ചടങ്ങിൽ പ്രത്യേകമായും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ചടങ്ങിൽ വന്നത് 2 നായികമാരാണ്. ഒന്ന് തൻവി റാം, മറ്റൊരു നായിക അനുശ്രീയാണ്. തൻവി റാം ആവട്ടെ മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരുപാട് സുപരിചിതയായ നായിക തന്നെയാണ്. പ്രത്യേകിച്ച് മലയാളത്തിലെ പോപ്പുലറായ പല സിനിമകളിലും തൻവിയുടെ സാന്നിധ്യവും ഉണ്ട്. തൻവി വളരെ പെട്ടെന്നാണ് മലയാളി പ്രേക്ഷകർക്കിടയിൽ പോപ്പുലറായി മാറുകയും ചെയ്തത്. ആദ്യമൊക്കെ തുടക്കകാലത്തിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് പിന്നീട് നായികയായി തൻവി റാമിൻ്റെ വളർച്ചയും ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ അല്ലെങ്കിൽ മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ സുപരിചിതയായ തൻവി റാമിൻ്റെ ഒരു സിനിമ എന്ന് പറയുന്നത് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് ആണ്. മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് വിനീത് ശ്രീനിവാസൻ നായകനായ സിനിമയാണ്. അതിൽ ആഷാ ബൈജുവിനൊപ്പം തൻവി റാമാണ് പ്രധാന വേഷത്തിൽ കൈകാര്യം ചെയ്തത്. അങ്ങനെ തൻവിയെ മലയാളി പ്രേക്ഷകർക്ക് അറിയാം. ഈ തൻവിയുടെ പോളോ കാറിൽ നിന്നാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ചോദ്യം. അതോടൊപ്പം തന്നെ രാഹുലിന്റെ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ, അതായത് വ്യാഴാഴ്ച ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുന്ന വ്യാഴാഴ്ച ദിനത്തിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ അന്നത്തെ ദിവസം മാത്രത്തെ ദൃശ്യങ്ങൾ കാണാനില്ല എന്നുള്ള ചോദ്യവും കൂടിയുണ്ട്. അവിടെ കെയർടേക്കർ ഉൾപ്പെടെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം നീളുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. അവിടെ നിന്ന് മറ്റൊരു കാർ, ആ കാറാണോ ഈ ചുവന്ന പോളോ കാർ? ആ ചുവന്ന പോളോ കാറിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടത്. ആ കാർ വളരെ നിർണായകമായ ഒരു സൂചനയായിട്ടും കൂടി മാറുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലവും കൂടി ഉണ്ട്. തൻവി റാമിന്റെ പക്കൽ ഒരു ചുവന്ന പോളോ കാർ ഉണ്ട് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വീട് ചടങ്ങുമായി ബന്ധപ്പെട്ട് തൻവി റാം ആ സ്ഥലത്തെത്തുന്നത് ചുവന്ന പോളോ കാറിലാണ്. ആ കാർ തൻവി റാമിൻ്റെതാണ് എന്നുള്ള സൂചനകൾ, നിർണായകമായ സൂചനകൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ആ നടി തൻവിയാണോ രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷപ്പെടാൻ സഹായിച്ച നായിക എന്നുള്ള സൂചനകളിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം നീളുകയും ചെയ്യുന്നത്. എന്തായാലും ഇത് വലിയ രീതിയിൽ തന്നെ ചർച്ചയായി മാറുന്നുണ്ട്. തൻവിയിലേക്ക് ചോദ്യം ചെയ്യൽ നീളുമോ, തൻവിയാണെന്ന് ഉറപ്പിക്കുമോ അന്വേഷണ സംഘം തുടങ്ങിയ നിർണായകമായ വിവരങ്ങളിലേക്ക് കാര്യങ്ങൾ മാറേണ്ടതുണ്ട്. ആ രീതിയിലേക്ക് അന്വേഷണ സംഘം നീളുകയാണെങ്കിൽ സിനിമാ മേഖലയിൽ തന്നെ ഒരു വലിയ പ്രശ്നവുമായിട്ട് തന്നെ നിൽക്കും. കാരണം ഒരു പെൺകുട്ടിയെ നിർബന്ധിത ഗർഭചിത്രത്തിന് ഇരയാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിലെ സഹായിക്കാനായി ഒരു നായിക തന്നെ രംഗത്തെത്തുന്നു എന്നുള്ള കഥയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നത് വേണം മനസ്സിലാക്കാൻ. ഒരു സൗഹൃദത്തിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിച്ചതിനേക്കാൾ ഉപരി ഇത്രയും വലിയൊരു ഇഷ്യൂ നടക്കുമ്പോൾ പോലും ഒരു സ്ത്രീ, ഒരു നായിക ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുലിനെ സഹായിക്കാനായി രംഗത്തെത്തുന്നു എന്നുള്ളതും കൂടി വരുമ്പോഴാണ് വലിയൊരു ചോദ്യചിഹ്നത്തിലേക്ക് തൻവി റാമിന്റെ പേര് നീളുന്നത് എന്നത് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ അന്വേഷണം നീളുന്നത് തൻവി റാം എന്ന നായികയിലേക്കും കൂടിയാണെങ്കിൽ മലയാള സിനിമാ മേഖലയിലേക്ക് വീണ്ടും ഒരു കരിനിഴൽ വീഴുന്നതിലേക്ക് കാര്യങ്ങൾ മാറും. ഇത്രയും നാൾ രാഷ്ട്രീയമായി മാത്രം സംസാരിച്ചുകൊണ്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒറ്റ വ്യക്തിയുടെ പേരിലും കോൺഗ്രസിന്റെ പാർട്ടിയിലും മാത്രമാണ് ചോദ്യചിഹ്നങ്ങൾ നേരിടേണ്ടി വന്നതെങ്കിൽ ഇനിയിപ്പോൾ അന്വേഷണം സ്വാഭാവികമായും സിനിമാ മേഖലയിലോട്ട് നീളും, തൻവി റാമിലേക്ക് നീളും. തൻവിയും രാഹുലും തമ്മിൽ എത്ര നാളത്തെ പരിചയമാണ്, ബന്ധമാണെന്നുള്ള ചോദ്യങ്ങളിലേക്ക് വരും. സിനിമാ മേഖലയിൽ തന്നെ അന്വേഷണം നീളുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും. അതുകൊണ്ട് പൊളിറ്റിക്സിൽ നിന്ന് മാറി അന്വേഷണം സിനിമാ മേഖലയിലേക്കും കൂടി കടക്കുന്ന രീതിയിലേക്കാണ് തൻവി റാമിന്റെ കാറാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു കളയാൻ വേണ്ടി ശ്രമിച്ച ആ ചുവന്ന പോളോ കാർ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്.